ഹായ് ഹലോ ഇറ്റ്സ് മീ ബിനി അഗെയിൻ. ലാസ്റ്റ് ക്ലാസ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമുക്ക് കംപ്ലീറ്റ് ആക്കണ്ടേ? സീക്വൻസിങ്, ജസ്റ്റ് സീക്വൻസിൻ്റെ സെക്കൻഡ് ടോപ്പിക് ലേൺ ടു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അടുത്ത ഹാപ്പി മാപ്സ് ആണ്. ഹാപ്പി മാപ്സ് ജസ്റ്റ് ഒരു സ്മോൾ വീഡിയോ ആണ്. പാരൻസ് കുട്ടികളോട് ഇരുന്ന് കണ്ടാൽ മാത്രം മതി. മാപ്സ് എന്ന് വെച്ച് മാപ്പിനെ കുറ്റിയൊന്നും പറയുന്നില്ല. ജസ്റ്റ് അപ്പ് ആരോ, ഡൗൺ ആരോ, ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് അത്ര മാത്രമേ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് സീക്വൻസിങ് വിത്ത് സ്ക്രാറ്റ്. സോ സീക്വൻസിങ് എന്താ നമുക്ക് ആദ്യം നോക്കാം. സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഓർഡർ ആണ്. 1 2 3 4 5 6. സോ ഇറ്റ് ഈസ് ആൻ ഓർഡർ. അത് ജമ്പ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിലോ 1 3 9, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡർ. അതൊരു ഓർഡറിലാണോ പറയുന്നത്? അല്ല. സോ സീക്വൻസ് ഇറ്റ് ഈസ് ആൻ ഓർഡർ. അത് തന്നെയാണ് കോഡിങ്ങിൽ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ബ്ലോക്സ് പറഞ്ഞു കൊടുക്കണം. ലെഫ്റ്റിലേക്കാണോ, റൈറ്റിലേക്കാണോ, ഫ്രണ്ടിലേക്കാണോ എന്നുള്ളത് കറക്റ്റ് പറയണം. അല്ലെന്നുണ്ടെങ്കിൽ അതവിടെ ബ്രേക്ക് ആവും അല്ലേ? സീക്വൻസ് കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോഡിങ് അവിടെ ഫെയിൽ ആവും. സെയിം തന്നെയാണ് നമുക്ക് ഗെയിമിൽ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഗെയിം തുടങ്ങുന്ന മുമ്പായി നമുക്ക് പ്ലാറ്റ്ഫോം ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് നമ്മുടെ ഗെയിം ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ? നമുക്ക് പ്ലാറ്റ്ഫോം പരിചയപ്പെട്ടാലോ? ഇതിൽ ഫസ്റ്റ് വൺ കാണിക്കുന്നതാണ് പ്ലേ ഏരിയ. ഇവിടെ നമ്മൾ ഗെയിം കാണുന്നത്. സെക്കൻഡ് വൺ ടൂൾ ബോക്സ്. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഓരോ കമൻസും ടൂൾ ബോക്സിൽ നിന്ന് എടുത്തിട്ടാണ്. എവിടെയാണ് കൊടുക്കുന്നത്, എവിടെയാണ് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നത്? ഇൻസൈഡ് വർക്ക് സ്പേസ്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കമൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് സ്പേസിലാണ് പറഞ്ഞു കൊടുക്കാറ്. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ഈ ഗെയിം ഇങ്ങനെ പ്ലേ ചെയ്യൂ, അങ്ങനെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ് തരുന്നത് മുകളിലെ ഭാഗത്തായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് റൺ ബട്ടൺ കണ്ടോ താഴേക്ക്? ആ താഴത്തെ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഗെയിം വർക്ക് ആവുന്നത്. നമ്മളുടെ ഗെയിം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് ആ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ്. സീക്വൻസിങ് വിത്ത് സ്ക്രാറ്റ് നമുക്ക് നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ്. ഇതാ പ്ലേ ഏരിയ വരുന്നത്, മുകളിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്, അതായത് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് വർക്ക് സ്പേസ്, ഇവിടെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ, റൺ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് റൺ ബട്ടൺ യൂസ് ചെയ്യണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ സ്ക്രാറ്റിന് നട്ടെടുക്കണം. അതിനായിട്ട് ഏത് സൈഡിലേക്കാണ് പോകേണ്ടത്? ഈസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് അല്ലേ? നമുക്ക് ഈ ഈസ്റ്റ് എന്ന ബട്ടൺ ഇതിൽ കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. കുട്ടികളോട് ജസ്റ്റ് പറയുക ഡ്രാഗ് ചെയ്യുക, അതിൻ്റെ താഴെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ ഒരു പിക്ചർ പസിൽ പോലെയാണ്, കാണുന്നുണ്ടോ? സോ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ദെയർ. എന്നിട്ട് നമുക്ക് അവിടെ വർക്ക് ആവുന്നുണ്ടോ നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലിക്ക് ഓൺ റൺ ബട്ടൺ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എത്ര ടൈംസാ ഈസ്റ്റിലേക്ക് പോകണ്ടേ? 1 and 2, റൈറ്റ്? കുട്ടികളെ കൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യിക്കുക. ഓരോ ടൈം വയ്ക്കുമ്പോഴും ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. 1 2, വെരി ഗുഡ്. റൺ ചെയ്ത് നോക്കാൻ എന്ത് ചെയ്യണം? റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് ഗിവ് കണ്ടിന്യൂ. സോ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? നമുക്ക് നോർത്ത് ബ്ലോക്ക് കൂടി യൂസ് ചെയ്യാം. ഇവിടെ നോർത്ത് ബ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ സ്ക്രാച്ച് എങ്ങനെയാണ് പോകുന്നത്? 2 times ഈസ്റ്റിലേക്ക് പോയിട്ട് പിന്നെ നോർത്തിലേക്ക് പോകണം അല്ലേ? സോ 2 times ഈസ്റ്റ് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് നോർത്ത് ബ്ലോക്ക് കൊടുക്കേണ്ട. അടുത്ത ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്? ഡ്രാഗ് ദ നോർത്ത് ബ്ലോക്ക് ആൻഡ് ഡ്രോപ്പ് ഇറ്റ്. റൺ ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ, there is an extra block at the end of the code. അപ്പോൾ ഒരു എക്സ്ട്രാ ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ എങ്ങനെയാണ് പോകണ്ടേ? ആദ്യം സൗത്തിലേക്ക് വരും, താഴേക്ക് വരും അല്ലേ? സോ വി ഓൾറെഡി ഹാവ് സൗത്ത് ബ്ലോക്ക്. എന്നിട്ട് 2 പ്രാവശ്യം ഈസ്റ്റിലേക്ക് പോകും. അപ്പോൾ തന്നെ നമുക്ക് നട്ട് കിട്ടും അല്ലേ? സ്ക്രാറ്റിന് നട്ട് അപ്പോൾ തന്നെ കിട്ടും. പക്ഷേ ഒരു സൗത്ത് ബ്ലോക്ക് ഇവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് റിമൂവ് ദാറ്റ് സൗത്ത് ബ്ലോക്ക്. എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ?
അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്യാൻ യു ഫിഗർ ഔട്ട് വിച്ച് ബ്ലോക്ക് യു നീഡ് ടു ആഡ് ടു ദ ബോട്ടം ഓഫ് ദ അതർ ബ്ലോക്സ് ടു ഫിനിഷ് ദിസ് കോഡ്? ഇപ്പൊ ഏത് ബ്ലോക്കാണ് ഇനി വെക്കേണ്ടത്? 2 പ്രാവശ്യം ഇയിലേക്ക് പോകുന്നുണ്ട്, ഈസ്റ്റിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് താഴേക്ക് വരേണ്ടത് അല്ലേ? അപ്പൊ ഏത് ബ്ലോക്ക് ആയിരിക്കും താഴേക്ക് വരുന്നത്? യെസ്, ബ്ലോക്ക്. വെരി ഗുഡ്. ഡ്രാഗ് ദ എസ് ബ്ലോക്ക് ആൻഡ് ഡ്രോപ്പ് ഇറ്റ്. റൺ ചെയ്ത് നോക്കിയാലോ? Just give continue. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് ചെയ്ത് കുട്ടികൾക്ക് ഇപ്പോൾ ഒരു തറവായിട്ടുണ്ടാവും അല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന്. ഇതൊന്ന് തനിയെ ചെയ്ത് നോക്കുക, അവരോട് പറയുക. ട്രൈ ദിസ് വൺ ഓൾ ബൈ യുവർ സെൽഫ്. ഈസി വൺ അല്ലേ? ഏത് ഡയറക്ഷനിലേക്ക് സ്ക്രാറ്റിന് പോകണ്ടേ? വെസ്റ്റ് ഡയറക്ഷൻ. ഹൗ മെനി ടൈംസ്? 1 and 2. യെസ്. സോ 2 times W ബ്ലോക്ക് വെക്കുക. 1 and 2. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. യെസ്, വെരി ഗുഡ്. നമ്മുടെ എ സെക്ഷന്റെ സീക്വൻസ് പാർട്ട്, സീക്വൻസിങ് വിത്ത് സ്ക്രാറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണ്? പ്രോഗ്രാമിംഗ് വിത്ത് സ്ക്രാറ്റ്. സീക്വൻസിങ് വിത്ത് സ്ക്രാറ്റിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമുക്കത് നോക്കാം. സീക്വൻസിംഗ് വിത്ത് സ്ക്രാറ്റിന്റെ സെയിം തന്നെയാണ് പ്രോഗ്രാമിംഗ് വിത്ത് സ്ക്രാറ്റിനകത്ത് വരുന്നത്. ജസ്റ്റ് കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ പറയിക്കുക. ഈ ഒരു സീക്വൻസ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള ബ്ലോക്സുമായിട്ട് ക്ലിയർ ആവും. ഡയറക്ഷൻസ് ഒക്കെ ഇവർക്ക് ക്ലിയർ ആവും. സോ ഇവിടെ എങ്ങനെയായിരിക്കും വരണ്ടേ? സ്ക്രാറ്റിന് എത്ര ടൈംസ് ഏത് ഡയറക്ഷനിലേക്കാണ് വരണ്ടേ? സൗത്തിലേക്ക് ട്വൈസ് വരണം അല്ലേ? ട്വൈസ് ആണോ 3 times ആണോ വരണ്ടേ? 1, 2 and 3. 3 പ്രാവശ്യം വന്നാലേ നട്ട് കിട്ടുള്ളൂ അല്ലേ? 1, 2 and 3. നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. റൺ ചെയ്ത് നോക്കാം. യെസ്, വെരി ഗുഡ്. അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എത്ര ടൈംസ് ഏത് ഡയറക്ഷനിലേക്കാ പോണ്ടേ? യൂസ് 2 movements blocks to get the scratch to the background. എത്ര ടൈംസാ പോണ്ടേ? ട്വൈസ് നമ്മൾ പോണം അല്ലേ? സോ ക്വസ്റ്റ്യൻ വായിക്കാൻ എത്ര ചെയ്താലും ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി മസ്റ്റ് ആയിട്ട് പറയുക കുട്ടികളോട്. സോ അതിൽ തന്നെ അവർക്ക് കിട്ടും ഏത് ഡയറക്ഷനിലേക്കാ പോണ്ടേ, എത്ര ടൈംസ് ആണ് പോണ്ടതെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇത് ഏത് ഡയറക്ഷനിൽ വേണം, എങ്ങനെ വേണോ ചെയ്യാം അല്ലേ? എൽസ് ഇയിലേക്ക് പോയിട്ട് സൗത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ സൗത്തിലേക്ക് പോയിട്ട് ഇയിലേക്ക് പോവാം. ഓക്കെ, ദിസ് പസിൽ ഇസ് എ ലിറ്റിൽ ട്രിക്കി. ഏത് ഡയറക്ഷനിൽ വേണം പോവാം. നമുക്ക് പക്ഷേ 3 ബ്ലോക്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സ്ക്രീനിൽ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പോവാം? സൗത്തിലേക്ക് പോയിട്ട് ഈസ്റ്റിലേക്ക് വേണേലും പോവാം. ഏത് ഡയറക്ഷൻ വേണോ ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടിയല്ലേ? അടുത്ത നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്തത് അങ്ങനെ തന്നെ. ഒന്നി നമുക്ക് നോർത്തിൽ പോയിട്ട് 2 times ഈസ്റ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് 2 times പോയിട്ട് നോർത്തിലേക്ക് പോവാം. ഓക്കെ, 2 times ഞാനിവിടെ ഈസ്റ്റിലേക്ക് പോയിട്ട് നോർത്തിലേക്ക് പോവാണ്. റൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാലോ? കിട്ടിയല്ലേ? വിത്ത് സ്ക്രാച്ച് ചെയ്ത് തീരുന്നുമ്പായിട്ട് നമുക്ക് ഡീബഗിങ് എന്താണെന്നൊന്ന് നോക്കിയിട്ട് പോവാം. ഒരു ഇററിനെ കണ്ടുപിടിക്കുക, അതിനെ ഫിക്സ് ചെയ്യുക. ഇറർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബ്ലോക്ക് മാറിപ്പോയി, നോർത്തിന് പകരം സൗത്ത് വെച്ചു, അതൊരു ഇററാണ്. അതിനെ ഫൈൻഡ് ചെയ്യുക, അതിനെ ഫിക്സ് ചെയ്യുക. ഇതാണ് ഡീബഗിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് ഗെയിംസ് കണ്ടായിരുന്നോ? ഈ ഗെയിംസ് എല്ലാം നമ്മൾ റൺ ചെയ്ത് നോക്കുക അല്ലേ, ശരിയാണോ അല്ലയോ എന്നറിയാൻ. ഈ റൺ ബട്ടന്റെ തൊട്ടടുത്തായിട്ട് സ്റ്റെപ്പ് ബട്ടൺ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഈ 4 ഗെയിമിലും കാണുന്നുണ്ടല്ലേ സ്റ്റെപ്പ് ബട്ടൺ. എന്തിനു വേണ്ടിയായിരിക്കും സ്റ്റെപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്നത്? അതെ, നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കുന്നേക്കാളും ഓരോ സ്റ്റെപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ 2 ഈസ്റ്റ് ബ്ലോക്ക് ഉണ്ട്. അത് നമുക്ക് ഡൗട്ടാണ്, ഈസ്റ്റ് ബ്ലോക്ക് 2 പ്രാവശ്യം കൊടുത്താൽ അത് വർക്ക് ആവോ ഇല്ലയോ എന്ന്. സോ ഓരോ പ്രാവശ്യം സ്റ്റെപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഉറപ്പായി, ഓക്കെ 2 times ഈസ്റ്റ് ബ്ലോക്ക് കൊടുത്താൽ സില്ലി പിഗിന്റെ അടുത്തെത്തില്ല, ഐ ഹാവ് ടു ഗീവ് 3 steps. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് നോക്കിയിട്ട് നമുക്ക് റൺ ചെയ്താൽ കുറച്ചുകൂടി ഇറർ ഫ്രീ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് ചെയ്യുന്നതിനെയാണ് ഡീബഗിങ് എന്ന് പറയും. ഇത് കണ്ടോ? 2 times നോക്കി
ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഒരു ബ്ലോക്ക് കൂടി കൊടുക്കണം എന്ന്. അവിടെ നമ്മൾ ഒരു ബ്ലോക്ക് കൂടി കൊടുത്ത് ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ വർക്കാവും അല്ലേ. ഇപ്പൊ സ്റ്റെപ്പ് ബട്ടൺ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മുടെ കോഡിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ ഏക്കോൺ കിട്ടണമെങ്കിൽ സ്ക്രാച്ചിന് എന്തോ ദൂരം പോകണം? ഇങ്ങനെയൊക്കെ പോകണം അല്ലേ, എങ്ങനെ വേണോ പോവാം അല്ലേ. പക്ഷെ ഇവിടെ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട് 3 ടൈംസ് വെസ്റ്റിലേക്ക് പോയിട്ട് നോർത്തിലേക്ക്. സോ ഇവിടെ പറയുന്നുണ്ട് ഒരു ബ്ലോക്ക് മിസ്സിംഗ് ആണ്, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. സോ നമുക്ക് ഈസിയാണ്, വെസ്റ്റിലേക്ക് 3 ടൈംസ് പോയി നോർത്തിലേക്ക് 2 ടൈംസ്. സോ ഒരു നോർത്ത് ബ്ലോക്കും കൂടി ഞാനിവിടെ കൊടുക്കുകയാണ്. റൺ ചെയ്ത് നോക്കിയാലോ. വെരി ഗുഡ്. അടുത്ത നോക്കാം. അടുത്ത എന്താ? ഓക്കെ, ഫുള്ളി നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ബട്ടൺ ഒന്ന് നോക്കിയാലോ, ഡീബഗിങ് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്താലോ. ഇവിടെ ഞാൻ നോക്കിക്കേ 1 2 3 ടൈംസ് ഈസ്റ്റിലേക്ക് പോവാൻ ഞാൻ പറയുവാണ്. ഈസ്റ്റിലേക്ക് കൊടുത്തു. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ചെക്ക് ചെയ്യുവാണ് ഞാൻ വെച്ചത് കറക്റ്റ് ആണോ. ഞാനൊന്ന് തെറ്റിക്കാനായിട്ടെ മനഃപൂർവ്വമായിട്ട് ഒരു W ബട്ടൺ കൊടുക്കുക. നോക്കാം നമുക്കിത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്. Okay, again I am checking. Fine, again I am checking. So തിരിച്ചേക്ക് പോയതല്ലേ. So keep coding, something's not quite right yet. So അവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട് എന്തോ തെറ്റിപ്പോയി എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായോ സ്റ്റെപ്പ് ബട്ടന്റെ യൂസ് എന്താന്ന്? കോഡിലെ ഇറർ കണ്ടുപിടിക്കാനായിട്ട്, അതിന്റെ ആ ഡീബഗിങ് പ്രോസസ്സിന് വേണ്ടിയാണ് സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ഈസ്റ്റ് കൊടുക്കുക, അപ്പൊ ഇവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് എന്താ സൗത്തിലേക്ക് വന്ന ഐക്കോൺ കിട്ടും അല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചലഞ്ച് അല്ലേ. റെഡിയാണോ? റെഡി കൊടുക്കാം അല്ലേ. ക്വസ്റ്റ്യനിലുള്ള എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആദ്യം തൊട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? സ്ക്രാച്ച് എങ്ങനെ അക്കൗണ്ടിൽ പോവും? എങ്ങനെ ഈ സ്ക്രാച്ചിന് ഇത് എടുക്കാൻ പറ്റും? ആദ്യം നമുക്ക് സൗത്ത് ബ്ലോക്ക് കൊടുക്കാം. സൗത്ത്, then 2 ടൈംസ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് നോർത്ത്. നോർത്തിൽ പോയിട്ട് എങ്ങോട്ടാ? വെസ്റ്റിലേക്ക്. ഇത് ഓരോ ബ്ലോക്ക് ചെയ്യുന്നതും കുട്ടികളെ കൊണ്ട് പറയിച്ച് ചെയ്യിക്കണം, എന്നാലേ ഇത് യൂസ് ഉള്ളൂ അല്ലേ. നമുക്ക് വലിയവർക്ക് കാണുമ്പോൾ അറിയാം ഇത് ലെഫ്റ്റിലേക്കാ പോണ്ടേ റൈറ്റിലേക്കാ പോണ്ടേ. പക്ഷെ കുട്ടികളെ കൊണ്ട് തന്നെ, എന്നാലേ അവരുടെ ലോജിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ആവുള്ളൂ. അവർ ആലോചിക്കണം ഇതിന് വേറൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്, അത് പറയണം. മുകളിലേക്ക് പോയി ഇങ്ങനെ വരാം അല്ലേ. അപ്പം 2 വഴിയിൽ കൂടിയും ചെയ്തു നോക്കുക. എങ്ങനെയാണ് കോഡിങ് ചെയ്യുമ്പോൾ അവരുടെ ലോജിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ആവുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫിക്സ് ദ ബഗ്സ് ടു ഗെറ്റ് സ്ക്രാച്ച് ടു ദ ഐക്കോൺ. അപ്പൊ എന്താ ബഗ് ഇവിടെ? എന്താ? ഞാൻ റൺ ചെയ്ത് നോക്കാം. ഇത് ആദ്യം നോർത്തിലേക്കാ പോയതല്ലേ. അയ്യോ പാവം, വെള്ളത്തിലേക്ക് വീണു കേട്ടോ. അപ്പൊ നമുക്ക് റീസെറ്റ് ചെയ്ത് നമുക്ക് ഈ 2 ബ്ലോക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ആദ്യം നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? ഈസ്റ്റിലേക്കാ പോണ്ടേ, എന്നിട്ടാ നോർത്തിലേക്ക് പോകണം. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ആദ്യം ഈസ്റ്റിലേക്ക് പോയി ആണോ? അവിടെയും തെറ്റിപ്പോയല്ലേ. ഈസ്റ്റിലേക്കായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്, വെസ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടിയിരുന്നത്. വെസ്റ്റിലേക്ക് പോയി, അതെ. പിന്നെ നമുക്ക് നോർത്തിലേക്ക് പോകണമായിരുന്നു. റൺ ചെയ്ത് നോക്കാം. സ്ക്രാച്ച് ഭയങ്കര ഹാപ്പിയാ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇറ്റ്സ് ഓൾ യു. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. ഇപ്പൊ നോക്കിക്കേ, എത്ര ടൈംസാ പോകണ്ടേ? കുട്ടിയോട് ചോദിക്കേ, എത്ര ടൈംസാ നിങ്ങൾ പോകണ്ടേ? അപ്പൊ അവർ പറയും വെസ്റ്റിലേക്ക് 3 ടൈംസ് പോകണം. 3 ടൈംസ് ആണോ? ഒന്നുകൂടി കൗണ്ട് ചെയ്ത് നോക്കിയേ. 1 2 and 3. അതെ അല്ലേ. 3 ടൈംസ് വെസ്റ്റിലേക്ക് പോയി.
എന്നിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് പോകണ്ടേ? നോർത്തിലേക്ക് പോകണം അല്ലേ? റൺ ചെയ്ത് നോക്കിയാലോ? കിട്ടിയല്ലേ? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ? എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഏത് വഴിക്ക് വേണേലും പോവാം. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മളിവിടെ പോകുന്നത്? ഇവിടെ നമ്മൾ റിപ്പീറ്റ് ബ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എത്ര ടൈംസ് ആണോ ഇപ്പൊ നോർത്തിലേക്ക് 1 2 3 4 ടൈംസ് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ബ്ലോക്ക് യൂസ് ചെയ്ത് അവിടെ 4 ടൈംസ് അതിന് അകത്തേക്ക് നോർത്ത് ബ്ലോക്ക് പറഞ്ഞു കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം എങ്ങനെ ഇത് വർക്ക് ആവുന്നതെന്ന്. 1 2 3 and 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തു അല്ലെ? അവിടെ നിന്ന് എത്ര ടൈംസ് പോയാലായി അക്കൗണ്ട് കിട്ടുന്നത്? 1 2 3 and 4. അഗെയിൻ 4 ടൈംസ് ഏത് ഡയറക്ഷനിലേക്കാ? വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ? വെസ്റ്റ് ഡയറക്ഷൻ കൊടുത്തു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോന്ന്. അടുത്ത ഏതാ? നമ്മൾ സീക്വൻസിംഗിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നോക്കുന്നത്. പ്രോഗ്രാമിംഗ് വിത്ത് റേ ആൻഡ് BB8. എന്താ നോക്കിയാലോ? ക്വസ്റ്റ്യൻ ഇവിടാണ്. ഇതാ നമ്മുടെ BB8 ആൻഡ് ഇതാണ് നമ്മുടെ റേ. റേ നമ്മളോട് എന്താ പറയുന്നത്? ഗോ ഗെറ്റ് ദ സ്ക്രാപ്പ് മെറ്റൽ. ഈ മെറ്റൽ കളക്ട് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, ഇവിടെ ബ്ലോക്സിൽ നോക്കിക്കേ. മൂവ് നോർത്ത്, മൂവ് സൗത്ത്, മൂവ് ഈസ്റ്റ്, മൂവ് വെസ്റ്റ്. പിന്നെ നമുക്ക് റിപ്പീറ്റ് ബ്ലോക്കും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എത്ര പ്രാവശ്യം മൂവ് ഫോർവേഡ് ചെയ്താലായിരിക്കും ഈ മെറ്റൽ കിട്ടുന്നത്? ആൻഡ് ഏതൊക്കെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം? ഒരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ അല്ലേ? ഇവിടെ ഏത് ഡയറക്ഷനിലാണ് നമുക്ക് മൂവ് ചെയ്യണ്ടേ? ഈസ്റ്റ്. എത്ര ടൈംസ് മൂവ് ചെയ്യണം? 1 2 and 3. സോ റിപ്പീറ്റ് ബ്ലോക്ക് എടുത്തു. 3 ടൈംസ് ഓൾറെഡി അതിലുണ്ട്. സോ വി ചൂസ് ദ 3. ദെൻ മൂവ് ഈ ബ്ലോക്ക് അതിൽ വെച്ചു കൊടുത്തു. ഇനി റൺ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയാ? അപ്പൊ റേ പറയാണ് ഗെറ്റ് ഓൾ ദ മെറ്റൽ. അപ്പൊ BB8 ആദ്യം മൂവ് ഫോർവേഡ് ടു ഈസ്റ്റ് അല്ലേ? എന്നിട്ട് മൂവ് ഫോർവേഡ് ടു സൗത്ത്, ദെൻ അഗെയിൻ ടു ഈസ്റ്റ്. നമുക്ക് ആ പാത്ത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കൊടുത്തു നോക്കിയാലോ? 2 times 1 and 2. 2 times east, then 1 2 2 times south, again 1 time east. വർക്ക് ആവുന്നുണ്ടോ നോക്കാം. യെസ്, സ്ക്രാറ്റിന്റെ സെയിം തന്നെയാണ്. നമ്മളിവിടെ ബ്ലോക്കിൽ മൂവ് വരുന്നുണ്ട്. പിന്നെ മാക്സിമം റിപ്പീറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാനും നമുക്ക് ശ്രമിക്കാം. ഇവിടെ 2 ടൈംസ് ഈസ്റ്റിലേക്ക് പോവാം. നമുക്ക് റിപ്പീറ്റ് ബ്ലോക്ക് മാക്സിമം കൊടുത്തു നോക്കാം. ഈസ്റ്റിലേക്ക് 2 ടൈംസ് പോയി. ബ്ലോക്ക് സാധാ ബ്ലോക്ക് വെക്കും പോലെ തന്നെയാണ്, കണ്ടോ? ഡ്രാഗ് ചെയ്ത് ഇവിടെ പിക്ചർ പസിൽ പോലെയാണ്. ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. അടുത്ത ഏതാ? ഈസ്റ്റിലേക്ക് പോന്നിട്ട് സൗത്തിലേക്ക് വരണം അല്ലേ? എത്ര പ്രാവശ്യം വരണ്ടേ? 2 times 1 and 2. Again another repeat block 1 and 2. To which direction? വെസ്റ്റിലേക്കാണ് അല്ലേ? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാമോ? സ്ക്രാച്ചിന്റെ പോലെ അല്ലല്ലേ? നമ്മുടെ BB8 അത്യാവശ്യം സ്പീഡിലാ പോകുന്നത്. ആഹാ, ഇത് ഒത്തിരി നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് അല്ലേ? ഇപ്പൊ ആദ്യം ഏത് ഡയറക്ഷനിലാ? ആദ്യം ഈസ്റ്റിൽ പോയി, ദെൻ സൗത്തിലേക്ക് പോയി അല്ലേ? ഇനി ഏത് ഡയറക്ഷനാ? അഗെയിൻ ഈസ്റ്റ്, അഗെയിൻ സൗത്ത്, അഗെയിൻ ഈസ്റ്റ്, അഗെയിൻ സൗത്ത്. 3 പ്രാവശ്യം സെയിം കാര്യമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്? നമുക്ക് റിപ്പീറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം അല്ലേ? നോക്കിയാലോ വർക്ക് ആവുന്നുണ്ടോന്ന്. യെസ്, വർക്കായി അല്ലേ? ഇപ്പൊ മനസ്സിലായോ റിപ്പീറ്റ് ബ്ലോക്കിന്റെ ഉപയോഗം? നമ്മൾ എത്ര പ്രാവശ്യം വെക്കാനുള്ളതാ? ഈസ്റ്റ് സൗത്ത്, ഈസ്റ്റ് സൗത്ത് അല്ലേ? അത് ഒരൊറ്റ സ്റ്റെപ്പില്
നമ്മൾ റിപ്പീറ്റ് ബ്ലോക്കിനകത്ത് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താ ചെയ്യണ്ടേ? ആദ്യം സൗത്തിലേക്ക് വന്നു, 2 ടൈംസ് ഈസ്റ്റിലേക്ക്, മൂവ് സൗത്ത് ബ്ലോക്ക് വെച്ചു, റിപ്പീറ്റ് ബ്ലോക്ക്. ഇനി മാക്സിമം റിപ്പീറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം 2 ടൈംസ് ഈസ്റ്റിലേക്ക് പോയി. ഇനി അടുത്ത എന്താ? 2 ടൈംസ് ഈസ്റ്റിലേക്ക് പോയാൽ മതിയാവോ? 3 ടൈംസ് പോണം അല്ലേ? എന്നാലേ ഇവിടെ എത്തുള്ളൂ. അഗെയിൻ സൗത്തിലേക്ക് 2 ടൈംസ്. റൺ ചെയ്ത് നോക്കാം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലേ? എവിടെയൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മള് ഈസ്റ്റിൽ 2 ടൈംസ് കൊടുത്തു, എന്നിട്ട് സൗത്തിലേക്ക് 2 ടൈംസ് വന്നു, പിന്നെ ഈസ്റ്റ് 2 ടൈംസ്, സൗത്ത് 2 ടൈംസ് അല്ലേ? ഈസ്റ്റിലേക്ക് 2 ടൈംസ് കൊടുത്തു, സൗത്തിലേക്ക് 2 ടൈംസ് കൊടുത്തു. ഇനി ഓൾ ടുഗെദർ നമുക്ക് ഈ സെറ്റ് എത്ര പ്രാവശ്യം ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. ബേബി ആയിട്ട് സൂപ്പർ അല്ലേ? നല്ല സ്പീഡിൽ മൂവ് ആവുന്നുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. റേ പറയാണ് ഗോ ഗെറ്റ് ഇറ്റ്. നമ്മുടെ B8 പറഞ്ഞു അല്ലേ? അപ്പം ഇവിടെ ഈസ്റ്റിലേക്ക് 2 ടൈംസ് പോയി, ദെൻ സൗത്തിലേക്ക് 2 ടൈംസ് വന്നു, പിന്നെന്താ അഗെയിൻ ഈസ്റ്റിലേക്ക് 2 ടൈംസ്, സൗത്തിലേക്ക് 2 ടൈംസ് അല്ലേ? സെയിം തന്നെ അല്ലേ? നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അല്ലേ? 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റേ നമ്മളോട് ഒരു ചലഞ്ച് പറയുന്നല്ലേ? ഐ എം റെഡി. നിങ്ങൾ റെഡിയാണോ? ഐ എം റെഡി ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്തു. നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാം. ഇതിപ്പം കാണുമ്പോൾ കുട്ടികൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഈസ്റ്റ് 2 ടൈംസ് പോയി, സൗത്ത് വന്നു, അഗെയിൻ വെസ്റ്റ് പോയി, പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ചു വരാം. അങ്ങനെ ഒരുപാട് രീതിയിൽ ഇവർ ലോജിക്കലി തിങ്ക് ചെയ്യുന്നുണ്ടാവും. ലെറ്റ് ദം, അവരെങ്ങ് വിട്ടേക്കുക. എങ്ങനെയാണോ അവർക്കിത് ചെയ്യാം. ഇതിൻ്റെ ഈസി വേ, ഏറ്റവും 19 ബ്ലോക്സ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവർ ഈവൻ അത് ഫുൾ എടുക്കുകയാണെങ്കിലും കാണിക്കും പസിൽ പിൻ ചെയ്തില്ല എന്ന് കാണിക്കും. സോ ഏറ്റവും കുറച്ച് ബ്ലോക്സ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ പൊക്കൂടെ, സൗത്തിലേക്ക് വന്നു, നോർത്തിലേക്ക് പോയി, സൗത്തിലേക്ക് വന്നു, അങ്ങനെ ചെയ്താലോ? സോ ടോട്ടൽ എത്ര സൗത്ത് ഉണ്ട്? 7 ടൈംസ് സൗത്ത് ബ്ലോക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ എത്തി അല്ലേ? അപ്പോൾ ഈ കൊടുത്താലല്ലേ അടുത്ത ബ്ലോക്കിലേക്ക് വേണമെങ്കിൽ ഈസ്റ്റ് കൊടുക്കണം. എഗെയിൻ ഈസ്റ്റിലേക്ക് ഇപ്പം നമ്മളിവിടെ നിൽക്കുവാണ് അല്ലേ? എഗെയിൻ എത്ര പ്രാവശ്യം പോകണം? 6 ടൈംസ് നമ്മൾ നോർത്തിലേക്ക് പോകണം. 6 ടൈംസ് നോർത്തിലേക്ക് പോയി. അപ്പം നമ്മളിവിടെ എത്തി. എഗെയിൻ വി ആർ ഗിവിങ് ഇ. നമുക്ക് ഈസ്റ്റിലേക്ക് പോകണം. അടുത്ത ഏതാ? അടുത്ത പിന്നെയും റിപ്പീറ്റ് ബ്ലോക്ക് ആണ്. ഇപ്പം ഇവിടെ നിൽക്കുക അല്ലേ? നമുക്ക് 6 ടൈംസ് താഴേക്ക് വരണം. സൗത്ത് ബ്ലോക്ക് പിന്നെയും കൊടുക്കുകയാണ്. റൺ ചെയ്ത് നോക്കാം. എല്ലാം കളക്ട് ചെയ്തു അല്ലേ? നമ്മുടെ BB4 സൂപ്പർ അല്ലേ? അപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി. ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ബ്ലോക്ക് എടുത്ത് അവർ ചെയ്യണം. അവർ ഒരുപാട് വേസ് ഏതൊക്കെ വഴിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ട്രൈ ചെയ്യിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സിമിലർ ടു ദിസ് അല്ലേ? നേരത്തെ ചെയ്ത സിമിലർ തന്നെയാണ്. നമുക്ക് ഒരൊറ്റ റിപ്പീറ്റ് ബ്ലോക്ക് കൊണ്ട് ഇതങ്ങ് കംപ്ലീറ്റ് ആക്കാം. എങ്ങനെയാ? റിപ്പീറ്റ് ബ്ലോക്ക് ഞാൻ കൊടുത്തു. സൗത്തിലേക്ക് എത്ര ടൈംസ്? 6 ടൈംസ്. 6 ടൈംസ് സൗത്തിലേക്ക് വരുമ്പോൾ എവിടെയായി? ഇവിടെ എത്തി അല്ലേ? എന്നിട്ട് അടുത്ത വെസ്റ്റിലേക്ക് പോയി. അഗെയിൻ റിപ്പീറ്റ് ബ്ലോക്ക് 5 ടൈംസ്. എങ്ങോട്ടേക്കാ? നോർത്തിലേക്ക്. റൺ ചെയ്ത് നോക്കാം.
യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യനും ഇനി എല്ലാം റിപ്പീറ്റ് ബ്ലോക്കിന്റെ കളിയാണ്. നമുക്ക് മാക്സിമം റിപ്പീറ്റ് ബ്ലോക്ക് കുട്ടികളെ കൊണ്ട് യൂസ് ചെയ്യിക്കാം. എങ്ങനെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യിക്കാമോ അവിടെ എല്ലാം യൂസ് ചെയ്യിക്കാം. ഇവിടെ വന്ന് 2 times നോർത്തിലേക്ക് പോയിട്ട് 2 times വെസ്റ്റ്, അഗെയിൻ 2 times നോർത്ത്, അഗെയിൻ 2 times വെസ്റ്റ്. അപ്പൊ എന്താ? 2 times നോർത്ത്, 2 times വെസ്റ്റ്. ഇത് തന്നെയല്ലേ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിപ്പീറ്റ് ബ്ലോക്കിനകത്ത് 2 times ഇതേ സെയിം ബ്ലോക്ക് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇതിനകത്തൊരു റിപ്പീറ്റ് ബ്ലോക്ക് കൊടുത്തിട്ട് എണ്ണ കൊടുത്തുകൂടാ അല്ലേ? അങ്ങനെയും ചെയ്യാം. 2 times north, again another repeat block. 2 times west. Run ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നോക്കിക്കേ, സൗത്ത് 2 times നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഈസ്റ്റും വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് റിപ്പീറ്റ് ബ്ലോക്കിലേക്ക് ആക്കാം. സൗത്ത് 2 times, സൗത്ത് എടുത്തു, അടുത്ത എന്താ? ഈസ്റ്റ് 2 times വെക്കാം അല്ലേ? 2 times ഈസ്റ്റ്. ഇങ്ങനെ ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ? അഡീഷൻ ബ്ലോക്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സീക്വൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി, സ്ക്രാച്ചിൻ്റെ നോക്കി, റേ ആൻഡ് BB8 വെച്ച് നോക്കി, ഡീബഗിങ് എന്താ പറഞ്ഞു, സ്റ്റെപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, സീക്വൻസ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കുക. കുട്ടികളെ കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും code.org കയറി കോഴ്സ് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടി ചെയ്യിക്കുക. അവരുടെ ലോജിക്കൽ തിങ്കിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ചെയ്ത സെയിം തന്നെ ആവണമെന്നില്ല അവർക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അവർ ഏത് രീതിയിൽ വേണോ ചെയ്തോട്ടെ, അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെ തന്നെ കിട്ടണം എന്നൊന്നുമില്ല. അവർക്ക് ഏത് ബ്ലോക്ക് വേണോ യൂസ് ചെയ്യാം. അത് അവരുടെ ഐഡിയ ആണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഡിഫറെൻറ്റ് ഐഡിയ ആണ്. അവരുടെ ലോജിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ അത് ആ ഐഡിയയിലൊക്കെ കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. ഒത്തിരി പ്രാവശ്യം ആ സ്ക്രാച്ച് വെള്ളത്തിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ അവർ തെറ്റ് ചെയ്താലേ കറക്റ്റ് ആ ഡയറക്ഷൻസ് ഒക്കെ അവർക്ക് കിട്ടുള്ളൂ. ലെറ്റ് ദം ഡു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഈ ലോക്ക്ഡൗൺ പീരീഡ് അവർ കോഡിങ് പഠിച്ച് വളരട്ടെ. ഡെയിലി ഒരു 1 hour കൊടുക്കാം നമുക്ക് കുട്ടികൾക്കല്ലേ. സ്ക്രീൻ ടൈം കൂടുതലായിട്ട് കൊടുക്കണ്ട. ഒരു 1 hour. ഞാൻ ആദ്യത്തെ സെഷനിൽ തന്നെ പറഞ്ഞു, ഇതൊരു കോഡിംഗ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അല്ല, നമ്മൾ ഒരു സ്കില്ലാണ്. കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്യുക. അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചാൽ അവർ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് വരും. സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞി ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ ഇനി അടുത്ത കോഴ്സ് B ആയിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. ടേക്ക് കെയർ, ബൈ, താങ്ക് യു സോ മച്ച്. Strong.